നിങ്ങൾ ബ്ലൂ ഓഷ്യൻ തിയറിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. നിങ്ങളൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റിനെ കോമ്പീറ്റ് ചെയ്ത് സെല് ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് പുതിയൊരു പ്ലാറ്റ്ഫോം, പുതിയൊരു സ്ഥലത്ത് പോയി ഇല്ലാത്തൊരു സാധനത്തിനെ വിൽക്കാൻ ശ്രമിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പണ്ട് കാലത്ത് നമ്മളൊരു ഹോട്ടലിലെ ഫ്രണ്ട് കയറിപ്പോയി അവിടുത്തെ റൂമെല്ലാം നോക്കി അതിനുശേഷം മാത്രമാണ് റൂം ബുക്ക് ചെയ്യാറുള്ളത് അല്ലേ? ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഓയോ ഗോബിബോ എല്ലാം വന്ന പിന്നെ നമ്മൾ ജസ്റ്റ് 2 ക്ലിക്കിൽ നമ്മുടെ റൂംസ് എല്ലാം ബുക്ക് ചെയ്യുന്നു. ഇത് ഒരു പുതിയ ഇന്നോവേഷനാണ്. അതുപോലെ തന്നെയാണ് ഓല, ഊബർ പോലെയുള്ള ടാക്സി സർവീസും. ഈവൻ സൊമാറ്റോ ഫുഡ് നമുക്ക് ഡെലിവർ ചെയ്യുന്നു. ഇതുപോലൊരു റെവല്യൂഷണറി പ്രൊഡക്റ്റാണ് ഐപാഡ്. പണ്ട് കാലത്ത് അങ്ങനെ ഒരു കൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല. മൊബൈലിനെക്കാട്ടിലും വലുത് കമ്പ്യൂട്ടറിൻ്റെ താഴെ. ഇത്രയും നല്ലൊരു കൺസെപ്റ്റ് ആപ്പിൾ കൊണ്ടുവന്നു. അതിനുശേഷം ഇത് ഒരുപാട് ആളുകൾ കോപ്പി ചെയ്തു. ആപ്പിൾ അന്ന് ഉണ്ടാക്കിയ റവന്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു മാർക്കറ്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ബ്ലൂ ഓഷ്യൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തിലെ വെറും 14% മാത്രം ആളുകളാണ് ഈ ഒരു തിയറി യൂസ് ചെയ്യുന്നത്. പക്ഷേ വേൾഡ് റവന്യൂവിലെ 38% അവരാണ് അക്വയർ ചെയ്യുന്നത്. അതാണ് ബ്ലൂ ഓഷ്യൻ തിയറിയുടെ വിജയം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ബിസിനസ്സിലും ബ്ലൂ ഓഷ്യൻ തിയറി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. ചേസ് യുവർ ഡ്രീംസ്, ബി ഹാപ്പി.